72ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കന്നിയംഗത്തിലെത്തിയ അരോമ ചുണ്ടൻ ജലരാജനായി. നീരണിഞ്ഞ വർഷം തന്നെ നെഹ്റുവിന്റെ വെള്ളിക്കപ്പ് സ്വന്തമാക്കുമെന്ന അതുല്യ സ്വപ്നമാണ് അരോമയ്ക്ക് സഫലമായത്. നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഒരു മാറ്റമാണ് ലക്ഷ്യം വെച്ചതെന്നും കഴിഞ്ഞ ഒരു വർഷം കഠിനമായ പരിശ്രമം നടത്തിയെന്നും ക്യാപ്റ്റൻ രഞ്ജിത്ത് സജീവ് ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചു. ദേവൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 72ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ കപ്പടിച്ച അരോമ ചുണ്ടന്റെ ക്യാപ്റ്റനും ഒപ്പം തന്നെ ടീം അംഗങ്ങളുമാണ് നമ്മളോടൊപ്പം ഉള്ളത്. ആദ്യമായി ഒരു പച്ചത്തടിയിൽ ചുണ്ടൻ വള്ളം നീറ്റിലേക്ക് ഇറങ്ങി ആദ്യ മത്സരത്തിൽ കപ്പടിക്കുന്നു. രണ്ടാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഒളിമ്പിക്സ് ആണ്. നെഹ്റു ട്രോഫിയിലും കപ്പടിക്കുന്നു. എന്ത് തോന്നുന്നു? നമ്മള് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഒരു ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. സാധാരണ കമ്പനികളൊന്നും ഇങ്ങനെ ഇതേവരെ നെഹ്റു ട്രോഫിയിൽ വന്നിട്ടില്ല. അപ്പം നമ്മൾ ഈ വള്ളംകളിയിലൂടെ കുട്ടനാട്ടിലെ കുഴച്ചിലുകാർക്കും അതിനെ ഡിപ്പെൻഡ് ചെയ്ത ഫാമിലിക്കും അവർക്ക് അവരെ എൻഹാൻസ്മെന്റ് ചെയ്യുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അതനുസരിച്ച് കഴിഞ്ഞ ഒരു വർഷക്കാലം ചിട്ടയായ പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിയത്. കഴിഞ്ഞ 2 മാസത്തെ റിഗറസ് ട്രെയിനിങ് ചാക്കോ സാറിന്റെ നേതൃത്വത്തിലുള്ള അത് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടായിരിക്കും ഒരു വള്ളം പണിയുകയും ആ വള്ളം ആ വർഷം തന്നെ നെഹ്റു ട്രോഫി എടുക്കുകയും ചെയ്യുന്നത്. ഇനിവേ ഇത് മൊത്തത്തിൽ നമ്മുടെ കുട്ടികളുടെ തുഴച്ചിൽക്കാരുടെ ഹാർഡ് വർക്കിന് വേണ്ടി സംഭവിക്കുന്നു. അവര് പറഞ്ഞത് ഇത് കർഷക തൊഴിലാളികളുടെ മക്കൾ നേടിയ വിജയമെന്നാണ്. കളിയാക്കിയവർക്കും പുച്ഛിച്ചവർക്കും ഉള്ള മറുപടി എന്ന് പറഞ്ഞിരുന്നു. അതെ, സാധാരണ ഇവിടെ കാലാകാലങ്ങളിൽ ഓരോ കോൺസെപ്റ്റ് ഉണ്ട്. പുറത്തുനിന്ന് പ്രൊഫഷണൽ തുഴച്ചുകാരെ കൊണ്ടുവരാതെ ഇവിടെ വള്ളംകളി ജയിക്കാനെ കൊണ്ട് പറ്റത്തില്ല. അപ്പം ഞങ്ങൾ തീരുമാനിച്ചു, നമ്മുടെ തന്നെ കമ്മ്യൂണിറ്റിയിലുള്ള മിടുക്കന്മാരെ പിള്ളേരെ അവരെ ട്രെയിൻ ചെയ്തെടുക്കുക. അതാണ് നമ്മൾ ചെയ്തത്. ഞങ്ങൾ ആദ്യമേ തന്നെ ഞങ്ങൾ പുറകിലായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മുടെ ആ ടീം സ്പിരിറ്റും വാശിയും, നമുക്ക് ഈ ടീമിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഒരു പുറകിൽ പോയാലും നമുക്ക് പിടിച്ചു കയറാന്നുള്ളൊരു മനോധൈര്യം നമുക്കുണ്ട്. അങ്ങനെയാണ് നമ്മുടെ കോച്ച് ടീമിനെ വാർത്തെടുത്തിരിക്കുന്നത്. വിമർശനങ്ങൾ ആദ്യം കേട്ടിരുന്നു. അതായത് കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരായിട്ടുള്ള ബോട്ട് ക്ലബിൽ നിന്നും പുതിയൊരു ബോട്ട് ക്ലബിലേക്ക് മാറുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പൈസയ്ക്ക് കൂടെ പോയെന്നുള്ളതായിരുന്നു അവരെല്ലാം തെറ്റിദ്ധാരണ. നമ്മൾ ഈ വർഷം ജനുവരി ആയപ്പോൾ തന്നെ അവരെ ധരിപ്പിച്ചു, ഇനി നമ്മൾ അടുത്ത ക്ലബ്ബുമായിട്ട് മുൻപോട്ട് പോവുകയാണ്. മുൻകൂട്ടി 6 മാസം 7 മാസം കളിക്ക് മിച്ചം നിൽക്കുക നമ്മൾ അവരോട് പറഞ്ഞു. എന്നിട്ട് ഒരു മര്യാദയ്ക്കാണ് നമ്മൾ അവരോട് സംസാരിക്കുകയും അവിടുന്ന് പോവുകയും ചെയ്തത്. വള്ളംകളി രംഗത്ത് ചുണ്ടൻ വള്ളങ്ങളിലെ ജലരാജാവുണ്ട്, ജലചക്രവർത്തിയുണ്ട്. ഇതിൽ ഏറ്റവും തങ്കലിപികളെ എഴുതിപ്പെടാൻ കാരണം ഇതൊരു ഒരു ഫീമെയിൽ നെയിമാണ്. അരോമ എന്നുള്ളത് ഒരു വാട്ടർ ക്യൂയിനാണ്, ജലരാജ്ഞിയാണ്. ജലചക്രവർത്തി പോലെ രാജാവോ അല്ല, ക്യൂയിനാണ്, വാട്ടർ ക്യൂയിൻ, ജലരാജ്ഞി. അതിൽ ഞങ്ങൾക്ക് ഒരു പെണ്ണിന്റെ നാമധേയത്തിൽ ഞങ്ങൾക്ക് കപ്പെടുക്കാൻ സാധിച്ചതിൽ ഏറ്റവും വളരെ സന്തോഷമുണ്ട്. ഇനിയും വള്ളംകളി മത്സരങ്ങൾ കിടക്കുകയാണ്. അപ്പൊ എല്ലാ ഈ ഒരു സീസൺ മുഴുവൻ കപ്പടിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. എനിക്ക് പ്രത്യേക ഒരു പേഴ്സണൽ സന്തോഷമുണ്ട്. ഞാൻ ഒരു കൊല്ലക്കാരനാണ്. ഏതായാലും അരോമ ചുണ്ടൻ 72ാമത് നെഹ്റു ട്രോഫി കിരീടം നേടിയിരിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചുണ്ടൻ വള്ളം ആദ്യമായി പച്ചത്തടിയിൽ തീർത്ത് നീരണിഞ്ഞ് ആദ്യ രാജ്യപ്രമുഖൻ ട്രോഫി നേടുന്നു. അതിനുശേഷം നെഹ്റു ട്രോഫി കിരീടം നേടിക്കൊണ്ട് ഇത്തവണത്തെ ജലോത്സവത്തിന്റെ സീസണിൽ ഈ മുഴുവൻ സീസൺ മത്സരങ്ങളിലും വിജയം നേടുമെന്ന് കൂടി അവർ പറഞ്ഞു വെക്കുന്നു.